ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്നൊരു പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും സ്ട്രെയിറ്റ് പാൻറ്റാണല്ലോ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്നത്. പാട്ടിയാല പാൻറ്റൊന്നും ആരും ഇപ്പോൾ ചുരുക്കം ആൾക്കാർ മാത്രമേ നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തരുന്ന കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അവർക്ക് എപ്പോഴും പാട്ടിയാല പാൻറ്റാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അത് ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് തുന്നൽ പഠിക്കുന്നവർക്കൊരു തുടക്കക്കാർക്ക് വലിയൊരു ഉപകാരം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. ആദ്യം നമ്മൾ തുണി നാലാക്കിയിട്ട് മടക്കി വെക്കുമ്പോൾ നമ്മൾ ഓപ്പണിങ്ങിൻ്റെ വശം മുകൾക്കും മടക്കുള്ള വശം അടിവശത്തേക്കും ആക്കുന്ന രൂപത്തിൽ വെക്കുക. ഇങ്ങനെ ചെയ്യുന്നൊരു ഉപകാരം എന്ന് വെച്ചാൽ ചില തുണിക്ക് 2 മീറ്ററൊക്കെ ഉള്ള തുണിയാണ് വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ ബാൻഡ് പീസ് കിട്ടില്ല. ഇത് അത്യാവശ്യം ലെങ്ത്തുള്ള തുണിയാണ്. അപ്പോൾ അതിൻ്റെ ബാൻഡ് പീസ് എനിക്ക് മുകളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ തുണിക്കും അങ്ങനെ കിട്ടില്ല. അങ്ങനെ കിട്ടാത്ത തുണിക്ക് നമുക്ക് അടിയിൽ നിന്ന് നമ്മൾ പാൻറ്റിൻ്റെ അടിവശത്തും കട്ട് ചെയ്തതിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ബാൻഡിനുള്ള പീസ് കട്ട് ചെയ്തിട്ട് മാറ്റുക. അപ്പോൾ ഇതെനിക്ക് തന്നെ മുകളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. ഇവിടെ എനിക്ക് 32 ഇഞ്ച് അടിയിക്കും 8 ഇഞ്ച് ബാൻഡിനുമാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് മാറ്റുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാൻറ്റിൻ്റെ അടിവശം മടക്കിയെടുക്കാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ തുണി എത്രയാണോ വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞാനിവിടെ 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് 32 ഇഞ്ച് മുകൾക്ക് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ വശത്തും 32 ഇഞ്ചല്ലേ എന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് മുകൾക്ക് ഇതേപോലെ ഒരു മാർക്കിങ് കൊടുക്കുക. അത് നമ്മൾ അടിച്ചിട്ട് ഉള്ളിൽ പോണ വശമാണ്. അപ്പോൾ അതിനാണ് ഒരു 1/2 ഇഞ്ച് ഏറെ അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ക്രോച്ച് ലെങ്ത് ആണ് കൊടുക്കുന്നത്. ക്രോച്ച് ലെങ്ത്ത് സാധാരണ നോർമലി പാൻറ്റിന് 14 മതി. ഞാനിവിടെ എൻ്റെ കസ്റ്റമർക്ക് അത് 17 വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 10 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. 10 ഇഞ്ച് അടിക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇപ്പുറത്തോട്ട് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. അത് മുകളിലേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കുക. 1.5 ഇഞ്ച് കുറവാക്കിയിട്ട് മുകളിൽ 1.5 ഇഞ്ച് കുറവാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ക്രോച്ച് ഏരിയ വരച്ചു കൊടുക്കുക. ഇതുപോലെ ആ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പാൻറ്റിൻ്റെ അടിവശത്തെ ലെങ്ത്ത് എത്രയെന്ന് നോക്കാം. ഞാനിവിടെ 9 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അതിവിടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ട് 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ എത്രയാണോ വീതി വേണ്ടത് ആ വീതി അവിടെ കൊടുക്കുക. അതായത് ചിലർക്ക് കുറച്ച് മതിയാവും, ചിലർക്ക് അത്യാവശ്യം നല്ലോണം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ വീതി അവിടെ കൊടുത്തിട്ട് ഇതേപോലെ ഒരു ചെരിച്ചിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റാം. ആ കട്ട് ചെയ്ത് മാറ്റിൻ്റെ ആ കോർണറിൽ ഒരു കട്ടിട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. അതവിടെ പ്ലീറ്റ് വരുന്നത് നമുക്ക് എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ കട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബാൻഡ് പീസ് കട്ട് ചെയ്തിട്ട് മാറ്റാം. എനിക്ക് ഈ തുണി ഉണ്ടായതുകൊണ്ട് മുകളിൽ നിന്ന് തന്നെ എനിക്ക് ബാൻഡിനുള്ള പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കിട്ടാത്തവരാണെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്ന്, അതായത് അടിവശത്തെ സൈഡിലുണ്ടാവും ഒരു പീസ്. ആ പീസിൽ നിന്ന് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവ് അവിടെ കട്ട് ചെയ്തിട്ട് മാറ്റാം. അത് നമുക്കിവിടെ അതിന് നാടാതെ വള്ളി ഇടാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അടിവശത്തേക്ക് ഞാനൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതിൻ്റെ വീതി ഞാൻ 11 ഇഞ്ചാണ്. അതിൽ കൂടെ ഒരു ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിട്ട് 12 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൽ കൂടെ 2-3 ഇഞ്ച് കൂട്ടിയിട്ട് ഈ ബാൻഡിൻ്റെ അളവ് നമുക്ക് കണക്കാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ കോർണറിലും ഇതേപോലെ കട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി എങ്ങനെ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പാട്ടിയാല പാൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ പ്ലീറ്റ് എങ്ങനെ കറക്റ്റ് ആക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ തുണി വെക്കുക. മുകൾ വശം അടിവശം ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചെടുക്കുക. അതേപോലെ ആ വശം ഒപ്പം വരുന്ന രൂപത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ബാൻഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഒരു 3.5-4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് അടിവശത്താണ് നമ്മൾ അടിയത്തെ പീസുമ്പിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഒരു അടിയിലും മുകളിലായിട്ട് ഇതേപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ ഞാനിത് നേരത്തെ മടക്കി കെട്ടത് ഇതേപോലെ നമ്മൾ നിർത്തി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ മാർക്ക് ചെയ്ത 2 വശത്തും മാർക്ക് ചെയ്തില്ല. ആ മാർക്ക് ചെയ്ത വശങ്ങൾ അത്രയും പ്ലീറ്റ് കൊടുക്കുക. അതേപോലെ പാൻറ്റിൻ്റെ 2 പീസും ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊണ്ടുവരിക. അതിനുശേഷം അതിൻ്റെ ആ ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ അവിടെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരിക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ നോക്കണേ.
അതിനുശേഷം ഇതേപോലെ ആ ബാൻഡ് പീസ് നമ്മൾ ആ 2 പീസുള്ളത് ഒറ്റ പീസാക്കിയിട്ട് അവിടെ യോജിപ്പിക്കുക. അതിനുശേഷം ആ ബാൻഡ് പീസ് യോജിപ്പിച്ച ആ വശം, അതേപോലെ ആ അടിയത്ത ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആ ക്രോച്ച് ഏരിയ ജോയിൻ ചെയ്ത വശമില്ല, ആ 2 വശം ഒന്നിച്ച് പിടിക്കുക. ആ 2 വശം കറക്റ്റായിരിക്കണം. എന്നിട്ട് നമുക്ക് പിടിച്ച് നോക്കുക, നമ്മൾ പ്ലേറ്റ് ഇട്ടത് ബാൻഡിനോട് കറക്റ്റല്ലേ നോക്കുക. ഇനി കറക്റ്റ് അല്ല എന്ന് വെച്ചെങ്കിൽ നമുക്ക് പ്ലേറ്റ് ഇനി കൂട്ടി കൊടുക്കുക, കൂടുതലാണെങ്കിൽ ഇത് പൊട്ടിച്ചെടുക്കുക, കുറവാണെങ്കിൽ അതിൽ കൂട്ടി കൊടുക്കുക, എന്തെങ്കിലും നമുക്കപ്പം ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. ഇതേപോലെ ഉണ്ടാകും സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ സെൻട്രലായിട്ട് അതിൻ്റെ പ്ലീറ്റൊക്കെ വരും ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ മറ്റേ വശം, ഒരു വശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നത്, ഇനി മറ്റേ വശം സ്റ്റിച്ച് ചെയ്യുക. അലാസ്റ്റിക് ഇടുന്ന പാൻറ്റാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അലാസ്റ്റിക് അല്ല, വള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി വശം മാത്രം സ്റ്റിച്ച് ചെയ്ത് മാറ്റി. അതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിനെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ആ വശം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമുക്ക് വള്ളിയിടാനുള്ള ഭാഗം 1.5 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ പാൻറ്റിൻ്റെ അടിവശം ഇതേപോലെ 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ പാൻറ്റിൻ്റെ അടിവശമാണ് ഇതേപോലെ ഫുള്ളായിട്ട് കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിവശത്ത് വീതി എത്രയാണോ വേണ്ടത് ആ വീതി അളവ് വെച്ചിട്ട് ഒരു വശത്ത് തുടങ്ങിയിട്ട് മറ്റേ വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിൻ്റെ ആ ക്രോച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് കുറച്ചൊരു 3-4 സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം നല്ല ഉറപ്പും കിട്ടും, പെട്ടെന്ന് സ്റ്റിച്ചൊന്നും പൊട്ടിപ്പോകില്ല. എത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് തുടക്കക്കാർക്ക് ചെയ്ത് പഠിക്കാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.